ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി സ്നാക്സ്. ഒന്നോ രണ്ടോ കോഴിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണേനും നല്ല എളുപ്പമാണേനും കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനം കാണാനും കൂടി ഭംഗി ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് തിളപ്പിക്കുക. നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ. ഈ ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കുക. മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് എല്ലാതും 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി മാത്രം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ചോയ്സാണ്, എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്, എങ്ങനെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതേപോലെ എല്ലാതും 1/2 ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതി. അതിൽ കൂടുതലായിട്ട് ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു കുത്തണൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാ ഞാനതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷം 1/4 കപ്പ് റവ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം വേവിച്ചിട്ട് എടുക്കണം. റവ ഇട്ട പാടന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കുത്തി പോകും കേട്ടോ. റവ അല്ലേ, അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ട ഒന്നും ഇല്ലാതെ നല്ലോണം നമ്മൾ ഇതേമാതിരത്തെ ഒരു സ്പാച്ചുല ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ തവി എന്തെങ്കിലും എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിലിൻ്റെ ബാക്ക് ഭാഗമായിട്ട് ഉടച്ചെടുത്താലും മതി. കട്ടൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എന്താ സ്മൂത്തായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിത് എണ്ണയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിൽ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ല സ്മൂത്തായിട്ട് കട്ടൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പിന്നെ നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് ഇപ്പോൾ എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അലൂമിനിയത്തിൻ്റെതോ ഇരുമ്പിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇളക്കിയെടുക്കാൻ പണിയിക്കാരം. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം തിളപ്പിക്കുന്ന നേരത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുത്താൽ മതി. അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചെടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്. അതും ഇതേമാതിരി തന്നെ കട്ടയില്ലാതെ എടുത്തതാണ് കേട്ടോ. നമ്മൾ കട്ടയില്ലാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞത് ഗ്രേറ്റർമ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു തട്ടും തരിയും പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ഉടച്ചെടുക്കണക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് നല്ല ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ഒരു തരി പോലും ഉണ്ടാവില്ല. ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് ഞാൻ എന്താ പറയുക, ഇന്ന് തീരെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉടച്ചെടുത്തതാണ്. തരിയൊന്നുമില്ല, ചൂടോടെ ഉടച്ചെടുത്താലും തരി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇതിലേക്ക് നല്ലോണമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 തണ്ട് മല്ലിൻ്റെ ഇല ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഈ മല്ലിൻ്റെ ഇലേൻ്റെ കൂടെ തന്നെ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കരിവേപ്പിൻ്റെ ഇല ഇല്ലായിരുന്നു. ഇവിടെ ഉള്ളൊരു മരത്ത് പിന്നെ ഞാൻ ഊരി അതിൻ്റെ എന്താ പറയുക അസ്ഥി കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് വന്ന് ഊരാവുന്നതിൽ പരമാവധി ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാ പലഹാരത്തിലായാലും കറികളിലായാലും ഒക്കെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് പിന്നെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ.
ചൂടോടെ എന്തായാലും നമുക്കിത് കുഴച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്കിത് എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ വെച്ചാൽ തന്നെ നല്ലോണം ചൂടാറി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ കോഴിമുട്ടൊക്കെ ഞാൻ 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോ കോഴിമുട്ടി 4 കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലും കൂടുതൽ കഷ്ണാക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം. അതല്ല ഒരു കോഴിമുട്ടയായിട്ട് 2 മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടോ. എന്നിട്ട് ഓരോ ബോൾ എടുത്തിട്ട് മാവിന്ന് ഓരോ ബോൾ എടുത്തിട്ട് കൈമേലിട്ട് പരത്തിയിട്ട് കോഴിമുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. 2 ഷേപ്പിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഒന്ന് റൗണ്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ബോൾ പോലെ ആക്കി എടുക്കുക, ഒന്ന് സിലിണ്ടർ ഷേപ്പിലും ആക്കി എടുക്കട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും അല്ലാത്തൊരു ഷേപ്പിലാണ് ആക്കിയെടുത്തിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാതും ഇതേമാതിരി വലിയതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ടൻ്റെ പകുതി വെച്ചിക്കാണ്ട് വലിയ ബോളാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇവിടെ മക്കളൊക്കെ ആകുമ്പോൾ എങ്ങനെയായാലും സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഓരോന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിരിക്കാറ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി പീസാക്കിയിട്ട് പിന്നെ ഒരു കോഴിമുട്ട 4 പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലതും ഞാൻ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ. എളുപ്പം പരിപാടി കയ്യുമ്മേൽ ഇങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നല്ല പോലെ തന്നെ കിട്ടും. റവ അല്ലേ, ഒട്ടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഒട്ടി പിടിക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത്തിരി വെള്ളം തൊട്ട് കൊടുക്കുക, ഓയിൽ തൊട്ട് കൊടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷെ ഇത് ഒട്ടി പിടിക്കണില്ല. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് മാവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കൂല. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. ആ ചില്ലി ഫ്ലേക്സും മല്ലിൻ്റെ ഇലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ നല്ലൊരു രസമാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ, ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത് കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്നിന്ന്, പക്ഷെ അത് ആരെടുത്ത് ഒഴിവാക്കി എന്തോ ചെയ്തിക്കണ്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോഴായിട്ട് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് റവയിൽ തന്നെ ഇത് കോട്ട് ചെയ്തെടുത്തിട്ടാ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രെഡ് ക്രംസ് തന്നെ റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിൽ റോൾ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണ നേരത്ത് ഇപ്പം ഇങ്ങനെ കാണട്ടോ, അതിൻ്റെ മേലുള്ള റവൻ്റെ തരിയൊക്കെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ചാടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പിന്നെ ടേസ്റ്റിൽ ഒരു കുറവുണ്ടാവില്ല. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്സ് ആയിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് കാണാനും ഇതിപ്പോൾ നമ്മളിങ്ങനെ കാണാൻ എങ്ങനെ വെച്ചാൽ ഒരു വെളുത്ത എള്ള് നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുത്താൽ എങ്ങനെ അതേമാതിരിയാണ് ഇപ്പോൾ റവ ഇട്ട് കൊടുത്താൽ നമുക്ക് തോന്നൽ, ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ വേറെ രീതിയിലാണ് തോന്നൽ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും ഇടാതെ ഇത് പൊരിച്ചെടുക്കുക കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഇത് പൊരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, വെള്ള എള്ളിൻ്റെ തരി ഇങ്ങനെ മേലെ കിടക്കണ മാതിരി നമുക്ക് തോന്നും. ഇതൊക്കെ ഈ വെള്ള കളർ ഇങ്ങനെ കാണുമ്പോട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ സ്നാക്സ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണ ടൈം മതിയല്ലോ. നമുക്കൊന്നും പിന്നെ വാട്ടിയെടുക്കാനൊന്നുമില്ലല്ലോ. ഉള്ളി വാട്ടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തിട്ടും ലൈക്ക് എന്നിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് ഓൾ പ്രസ് ചെയ്തൊക്കെ, എന്നാലേ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടൂല. കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടണില്ല, വരുന്നില്ല എന്നിട്ടോ. അപ്പോൾ അത് ആ ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ അതാ ഞാൻ ചൂടോടെ തന്നെ ഒന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ കൂടെ ഒക്കെ ഗ്രീൻ ചട്നീൻ്റെ കൂടെ ഒക്കെ നല്ല കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോസും കഴിഞ്ഞ് നിന്നിട്ട്, അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ഇതേപോലത്തെ സാഷയാണുള്ളത്. അപ്പോൾ ഞാൻ അതാ കൂട്ടിയിട്ടാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പിന്നെ റെസിപ്പിയുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വന്തം നൂറ.